ജേസ്നെസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു കാന്താരിയുടെ പ്ലാന്റ്സിലെ അത് പൂർണ്ണമായും മുരടിച്ച അവസ്ഥയിലായിരുന്നു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്. ഒരു മാസങ്ങൾക്ക് മുമ്പൊക്കെ പൂർണ്ണമായും മുരടിച്ച രീതിയിലായിരുന്നു അതിൻ്റെ എല്ലാ ഇലകളും. അപ്പോൾ അത് നമ്മൾ മാറ്റിയെടുത്ത് ഈ ഒരു രൂപത്തിലേക്ക് ആക്കാൻ വേണ്ടി എന്താണ് നമ്മൾ ചെയ്തു കൊടുത്തതെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ജേസ് നേച്ചർ എന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതാണ് അപ്പോൾ നമ്മൾ കണ്ട ആ ഒരു കാന്താരിയുടെ പ്ലാന്റ്സ്. അപ്പോൾ ഇതിൽ തുടർച്ചയായിട്ട് എല്ലാ ഇലകളും ഇതുപോലെ വളർന്നു വരുന്ന എല്ലാ ഇലകളും ഇതുപോലെ മുരടിച്ചായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വീട്ടിലുള്ള ചെറിയ ഒരു 2-3 വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ഇതിലൊരു ചെറിയൊരു പ്രയോഗം പ്രയോഗിച്ചിട്ട് ആ ഒരു മുരടിപ്പിൻ്റെ അവസ്ഥ മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. എല്ലാ ഇലകളും ഇതുപോലെ ചെറിയ ഇലകൾ വരുന്നതെല്ലാം ഇതുപോലെ മുരടിച്ചായിരുന്നു നിന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ലായനി നമ്മൾ തയ്യാറാക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു മുരടിച്ച ഭാഗത്തുള്ള ഇലകളെല്ലാം നുള്ളിക്കളഞ്ഞ് ഒഴിവാക്കണം. ഇത് ഒരു 2-3 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ പുതുതായി വരുന്ന ഇലകളെല്ലാം ഇതുപോലെ നുള്ളിക്കളഞ്ഞ് ഒഴിവാക്കേണ്ടി വരും. പിന്നീട് നമുക്ക് ഈ ഒരു വളപ്രയോഗം ചെയ്തു കൊടുക്കുന്നത്, ഈ ഒരു ലായനി ഒഴിച്ചു കൊടുക്കുന്നതോടുകൂടി ഇനി തുടർന്ന് വരുന്ന ഇലകളെല്ലാം നല്ല ഹെൽത്തി ലീവ്സ് ആയിരിക്കും വരുന്നത്. ആദ്യം ഒരു 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ ഇതുപോലെ ഈ ഒരു പ്ലാന്റ്സിന്റെ ഇലകളെല്ലാം തന്നെ നുള്ളി മാറ്റി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അടിഭാഗത്തുള്ള ആ ഒരു നല്ല ലീവ്സ് മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കി മുരടിച്ചിട്ടുള്ള ഭാഗത്തെ എല്ലാ ഇലകളും നമ്മൾ നുള്ളി മാറ്റിയിട്ട് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇനി നമ്മളെ ചേരുവകളൊക്കെ ചേർത്തിട്ട് ഒരു ലായനി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആ ലായനി നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചെടുക്കാം. അതുപോലെ തന്നെ അത് ഈ ചെടിയുടെ മുകൾ വശത്തെ ഇലയിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിലേക്കുള്ള മരുന്നാണ് നമ്മൾ ഇപ്പോൾ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് 1 ലിറ്ററിലേക്ക് ആവശ്യമായ കല്ലുപ്പ്, അതിന് ശേഷം നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന ചാരവുമാണ് ഇതിനകത്തേക്ക് ഉപയോഗിച്ച് കൊടുക്കേണ്ടത്. ചാരം നമ്മൾ ഇതുപോലെ ഒരു ചെറിയ പൊടി, ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന രീതിയിൽ ഇതുപോലെ നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് തന്നെ ഈ ഒരു ലായനി നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് അത് നമുക്കൊന്ന് അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അരിച്ചെടുക്കുന്നത് ഈ ഒരു ചാരത്തിൻ്റെ അതിൽ വരുന്ന വേസ്റ്റുകളൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അത് അരിച്ചെടുക്കുന്നത്. അരിച്ചെടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് സ്പ്രേ ബോർഡിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ചെടിയിലൊക്കെ ഇതുപോലെ നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ്. ചെടിയുടെ ഇലകളിലും അതുപോലെ തന്നെ ആ മുരടിച്ചു വരുന്ന ഭാഗത്തൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഒരു ആഴ്ച കൂടി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഈ ഒരു പ്രയോഗം തന്നെ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇനി ഒരു 2-3 ആഴ്ചത്തേക്ക് പുതിയ ഇലകളൊക്കെ വരുന്നത് മുരടിച്ച രീതിയിലുള്ള ഇലകളായിരിക്കും വരുന്നത്. അപ്പോൾ അതും നമ്മൾ ഇതുപോലെ തന്നെ നുള്ളി കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ 2-3 പ്രാവശ്യമെങ്കിലും നുള്ളി കൊടുത്തതിന് ശേഷം മാത്രമാണ് പുതിയ ലീവ്സുകളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു ലായനി പ്രയോഗിക്കേണ്ടത് ഒരു 2 തവണ മാത്രം നമുക്ക് പ്രയോഗിച്ചാൽ പിന്നെ വരുന്ന ഇലകളെല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയിരിക്കും, ഹെൽത്തി ലീവ്സ് ആയിരിക്കും പുതുതായി വരുന്ന ഇലകളെല്ലാം. അപ്പോൾ ഇതുപോലെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്തതിന് ശേഷം നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ സ്പ്രേ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ആ ഒരു ലിക്വിഡ് നമുക്ക് ഇതിൻ്റെ പ്ലാന്റിൻ്റെ ചുവട്ടിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഗ്രോ ബാഗിലാണെങ്കിലും അല്ലെങ്കിൽ മണ്ണിലാണെങ്കിലും അതിൻ്റെ ചുവട്ടിലായിട്ട് നമുക്ക് ബാക്കി വരുന്ന ലായനി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ 2 പ്രാവശ്യം നമ്മൾ ഈ ഒരു പ്രയോഗം ചെയ്തു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഹെൽത്തി ലീവ്സ് ആയിട്ടുള്ള ആ ഒരു പ്ലാന്റിന്റെ അവസ്ഥ കണ്ടത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലത്തെ പ്ലാന്റ്സ്, കാന്താരി അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ ഒക്കെ ചെടികൾ ഉണ്ടെങ്കിൽ, നല്ല മുരടിച്ചിരിക്കുകയാണെങ്കിൽ ഈ ഒരു രീതി പരീക്ഷിച്ച് നോക്കി നമുക്ക് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആക്കി മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ.